അങ്ങനെ ഡേ 2 ഓഫ് നമ്മളുടെ വീക്കെൻഡ് ഗെറ്റ് വേ. ഫസ്റ്റ് ദിവസം നമ്മളുടെ ഗോപ്രോ കാണണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോപ്രോ ഇല്ല, ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ ഫോണിലാണ് ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് ഒന്നും ഇതിൽ ഉണ്ടാവത്തില്ല അല്ലേ അല്ലതോ? നമ്മൾ ആദ്യത്തെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഡേ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അടുത്ത് നമ്മളിപ്പോ ഇവിടെ ചെക്ക്ഔട്ട് ചെയ്തു. യെസ്, അത് നമ്മളിവിടെ അടുത്ത് എവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ സ്ഥലം നോക്കാം. അതെ, ഒരു പെബിൾ ബീച്ച് ബീച്ച് പിന്നെ ആണോ വേറെ എവിടെയാ പോകുന്നുണ്ട് ഇപ്പൊ അടുത്ത്. ഓക്കെ, അപ്പൊ ആ ലൊക്കേഷൻ എവിടെയാ നോക്കിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. സംഭവമാണ് ഗൈസ്. യെസ്, ഇതായിരുന്നു നമ്മൾ സ്റ്റേ ഗൈസ്. എവിടെ കാണുന്നുണ്ടോ? ഇതായിരുന്നു സ്റ്റേ ഒന്ന്. പിന്നെ ഇതൊന്ന് വേറെ ഒന്ന്. പിന്നെ അവിടെ 2 സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. അപ്പം നമ്മൾ ഇത്ര ഫാമിലി അങ്ങോട്ട് 3-4 ഫാമിലീസ് ആയിട്ട് വന്നതാണ്. ഈ മൊത്തം ഡീറ്റെയിൽസിലെ വീഡിയോസൊക്കെ നമ്മളുടെ ഗോപ്രോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗോപ്രോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിസ്. അതുകൊണ്ട് ബാക്കിയുള്ള ഫോൺ, അതായത് ഡേ 2 മുതലുള്ള മാത്രമേ നമ്മളെ കയ്യിൽ ഇപ്പോൾ വീഡിയോസ് ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഗോപ്രോയൊക്കെ ആയിരുന്നു. കുറച്ച് വീഡിയോസ് ഫോണിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരു വ്ളോഗായിട്ട് ഇടാൻ പറ്റിയ രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഇല്ല. ഒരു വ്ളോഗിന്റെ പർപ്പസിന് വേണ്ടി എടുത്തല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ സമയത്ത് ഇവിടെ 10:45 നമ്മൾ 10 മണിക്ക് ചെക്കൗട്ട് പറഞ്ഞാൽ 10 ശേഷം കുറച്ച് സമയം ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നമ്മൾ ചില്ല് ചെയ്ത് ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയില്ല. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല ഫുൾ പവർ വ്യൂസ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നിർത്തിയതാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മലയുണ്ട് ഇവിടെ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കിടിലം പോലത്തെ വ്യൂ ആണ് ഡ്രൈവിൻ്റെ ഇടയിൽ. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ കയറ്റി വിടാം. പക്ഷെ എന്നാലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നല്ല ടോപ്പിലാണല്ലോ. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ബൈക്കുകൾ ഇവിടെ പോകുന്നുണ്ട്. ഫുൾ പവർ വ്യൂ ആണ് ഗൈസ്. സമ്മറിൽ UK കാണാൻ പ്രത്യേക ഒരു വൈബാണ്. പക്ഷെ സമ്മർ ആയിരിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ റൈഡൽ ഹാളിലേക്കായിരുന്നു നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്താൻ പറ്റില്ലല്ലോ, ഭയങ്കര പാർക്കിംഗ് സീനാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ കണ്ടിന്യൂ ചെയ്ത് വേറൊരു പ്രൈവറ്റ് പാർക്കിംഗ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിന്നെ അടുത്ത് തന്നെ താഴേക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വെച്ചാൽ വൈറ്റ് മോസ് വാക്സ് എന്നാണ് ഇവിടെ ബോർഡ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആര് എന്താണെന്ന് പറഞ്ഞാൽ വില്യം വേർഡ്സ്വർത്ത്. യെസ്, വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു ബർത്ത് പ്ലേസ് ആണ്. യെസ്, ബർത്ത് പ്ലേസ് കൊണ്ടല്ല, അയാൾ ഒരു 80% അയാളുടെ ജീവിതകാലം ഉണ്ടായിരുന്നത് ഈ റൈഡൽ ഏരിയ അല്ലെങ്കിൽ യെസ് ഈ ഒരു സ്ഥലത്താണ്. വില്യം വേർഡ്സ്വർത്ത് വില്യം വേർഡ്സ്വർത്ത് ആരാന്ന് അറിയാത്ത ടീംസിനാണെങ്കിൽ ദ സോളിറ്ററി റീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പോയ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു പോയ എഴുതിയേക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. യെസ്, അത് എഴുതിയേക്കുന്നത് ഈ വില്യം വേർഡ്സ്വർത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഈ വൈറ്റ് മൗസ് വാക്കിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. യെസ്, നല്ല തിരക്കാണ്. ഇവിടുത്തെ ഈ ഒരു വാക്കിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി നമ്മൾ വന്നത് ഈ റൈഡൽ ഹാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ വന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ നിന്നൊരു വാക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാക്കിംഗ് ട്രെയിലുണ്ട്. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സ്ഥലം ഇതാണ്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ കാൺഫർത്തിലായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ബ്ലാക്ക് ബേർഡിന് ഒരു 1/2 hour 40 minutes റൈഡ് നമുക്ക് കാൺഫർത്തിലേക്ക് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഈ ആംബിൾ സൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് 1 hour ഓൾമോസ്റ്റ് 1 hour റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ ഏരിയ അല്ലെങ്കിൽ ബ്ലാക്ക് ബേർഡ് ഏരിയയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക്, ആംബിൾ സൈഡ് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് 1.5 hour അല്ലെങ്കിൽ 1 hour 40 minutes റൈഡ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു വീക്കെൻഡൊക്കെ വരാനായിട്ട് പൊളി സ്ഥലമാണ്. വേർത്തിയാണ്. വ്യൂസ് റൈഡ് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓൺ ദ വേ ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ തൊട്ട് പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സമ്മർ ക്ലൈമറ്റിൽ ഫുൾ പവർ വ്യൂസ് ആണ്.
പിന്നെ എൻ്റെ പൊന്നി ജസ്റ്റ് എന്തിനാ ഇങ്ങനെ തള്ളുന്നത്? ഓക്കെ, പുതിയൊരു കവിത കഴിയുന്നു. ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഗൂഗിൾ എടുക്കുക നോക്കട്ടെ ഗൈസ്, നമുക്ക് നോക്കാം. സത്യം പറഞ്ഞത് തള്ളാണോ അല്ലയോ എന്നുള്ളത് നോക്കട്ടെ. മൈ ക്യാപ്റ്റൻ. യെസ് ഗൈസ്, ഇത് ഒരു കുളിസീൻ കൊടുക്കാൻ ഗൈസ്. ഇത് ലേക്ക് വാൾട്ട് വിറ്റ്മാൻ ആയിരുന്നു. ഗൈസ് തള്ളായിരുന്നു, നല്ല തള്ളായിരുന്നു. അതേ കണ്ടോ, തള്ളിസ്റ്റ് മോന്ത കണ്ടില്ല എന്ന് പറയണ്ട, നല്ല തള്ളായിരുന്നു ഗൈസ്. പറ്റിയായിരുന്നു. നടന്ന് കാണാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വാക്കാണ്. അത്യാവശ്യം നല്ല വെയിലൊന്നും ഇല്ല, അത്യാവശ്യം ചെറിയൊരു വെയിലാണ്. വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഷെയ്ഡ്സൊക്കെ ഉണ്ട്, മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അത്യാവശ്യം ഷെയ്ഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയൊരു സീനൊന്നുമില്ല. ചില രീതിയിൽ മാത്രം അത്യാവശ്യം വെയിലുണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം കൊള്ളാം. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ വലിയ പ്രശ്നം നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ വെതറും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് സമ്മറായതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി സീനായിരിക്കും, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാവർക്കും നമുക്കിങ്ങനെ എന്താ പറയുക, ലേക്ക് തന്നെ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങാൻ നമുക്ക് പറ്റിയ സ്പോട്ടുണ്ട്. അതുപോലെ പട്ടികളൊക്കെ കളിപ്പിക്കാൻ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നടക്കാൻ It's cold. ഓക്കെ, നമ്മൾ റൈഡ് കേവിലേക്കാണ് കഴിച്ച് പോകുന്നത്. മുകളിലേക്കാണ് നമുക്ക് ഇനി കയറുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞൊരു വ്യൂ, ഈ ഒരു കൊഞ്ച് ഇതിൻ്റെ മുകളിലുള്ള വ്യൂ എന്താണെന്ന് നമ്മളിപ്പോൾ കാണിച്ചത് അല്ലേ? അത് കമാ ഗൈസ്, ദേ ഇതാണ് ഈ ഒരു ബെഞ്ചിൽ, ഇപ്പോൾ കണ്ട ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂ. നമ്മളൊരു ഈവനിങ് സമയത്തൊക്കെ ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടം വരെ നടന്ന് വന്ന് ഇവിടെ ഇരുന്ന് ആ ഫ്ലാസ്കിൽ നിന്ന് ഒരു ചായയൊക്കെ ഒഴിച്ച് കുടിക്കുമ്പോൾ പക്ഷെ എന്താ വൈബായിരിക്കും അല്ലേ, ഒരേ പൊളി. അപ്പോൾ അങ്ങനെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വരട്ടെ. നമ്മളിപ്പോൾ ഫാമിലി ബാക്കിൽ എല്ലാവരും കൂടി വന്നതാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് എനിക്ക് അങ്ങനെ ചെയ്യാം. ഒക്കെ അങ്ങനെ ഒരു എന്താ പറയുക,
ആ ഒരു ടൈമൊക്കെ എസ്പെഷ്യലി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉടൻ തന്നെ പ്ലാൻ ചെയ്തത് നിങ്ങൾക്കറിയാം. ഇനി അധിക കാലം യു കെയിൽ സമ്മർ ഉണ്ടാകത്തില്ല, അധിക ദിവസങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഇവിടെ റൈഡൽ കേവ് അല്ലെങ്കിൽ ആംബിൾ സൈഡിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ബെഞ്ചിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞ് വരുമോ അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, ഈ റൈഡൽ കേവിലേക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. അധിക ദൂരമൊന്നുമില്ല. നമ്മൾ ആ കണ്ട നേരത്തെ ഡയറക്ഷൻ കണ്ട പോസ്റ്റ് ഹാഫ് മൈലാണ്. ഹാഫ് മൈൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 700 മീറ്റേഴ്സ് ഉണ്ടാവും. ഇതിലൊക്കെ ഒരു മൈൽ എന്ന് വെച്ചാൽ 1.4 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 700 മീറ്റേഴ്സ് ഉണ്ട് നമ്മൾ ആ കണ്ടൊരു ഡയറക്ഷൻ പോകുന്നത്. ഓൾമോസ്റ്റ് എത്തി തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കാണുന്ന ഒരു ടോപ്പില്ല, ആ ഏരിയയിലാണ് തോന്നുന്നു കേവ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഗൈസ്. അതായത് നമ്മുടെ ടീംസ് എല്ലാവരും ഇവിടെ ആൾട്ട് അടിച്ചിരിക്കുകയാണ്. പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും നിർത്തി പോവുകയാണ്. ഇവരെല്ലാവരും നിർത്തി പോകുന്നു. പിള്ളേരുണ്ടായിട്ടല്ലോ കേട്ടോ. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് ഗൈസ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുക. അട്ടച്ച വെയിലത്ത് വെള്ളത്തിൽ കളിക്കുന്ന 2 പിള്ളേർ ഗൈസ് കണ്ടില്ലെന്ന് പറയുന്നത്. ഫുള്ള് മെൻറ്റേഡാണ് കേട്ടോ. അത് എല്ലാത്തിൻ്റെ ഡാഡീസൊക്കെ ഇവിടെ ഉണ്ട്. ഫുള്ള് മെൻറ്റേഡാണ്. അതൊന്നും വിചാരിക്കേണ്ട, ആരുടെ പിള്ളേരൊക്കെ നോക്കണം അല്ലേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഹാൾട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോകാം. അപ്പോൾ ഡാഡീസും പിക്സ് അവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ. വേറൊരു ഡാഡിയും ഡാഡി കിട്ടും ഇവിടെ ഹോൾട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അരുവികളുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ ആ സൈഡിൽ നടന്നു വന്നു കേട്ടോ. ഇങ്ങനെ ഇതിലേ നടന്നു വന്നു. ഇതിപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇനി ഗൈസ് നമുക്കിത് ഇതുവഴി നടന്നിങ്ങനെ പോകണം കേട്ടോ. നമ്മൾ ലേക്കിന് ചുറ്റും പത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് മൈലിൽ വന്നിട്ട് കുറച്ച് അത്യാവശ്യം നടന്നതുപോലെ തോന്നുന്നുണ്ട് അല്ലേ. നല്ല വെയിലുമാണ്. സമയം ഇപ്പോൾ എത്രയാവും? സമയം ഇപ്പോൾ 2 മണി. നല്ല നട്ടപ്പോയിരുന്ന വെയിലാണ്. സമ്മർ ഫുൾ പവർ സമ്മറിൻ്റെ മുഹൂർത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കാമെന്നില്ല ഇറക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ ഇവിടെ എത്തുന്ന രീതിയിലും ഈ ഒരു വാക്കും കാര്യങ്ങളൊക്കെ തീർക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാനാക്കുക. എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് മാക്സിമം ഇവിടെ ഇതൊക്കെ ഈ നടത്തും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് നോക്കിയതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. പ്രത്യേകിച്ച് നല്ല ചൂടും കാര്യങ്ങളാക്കി നല്ലോണം വേർത്ത് വിളിക്കാൻ തുടങ്ങും. പിന്നെ കുട്ടികളും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ അതൊരു അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. അതെ, നമ്മൾ ടീംസൊക്കെ പയ്യെ നടന്നു വരുന്നത് എടുത്ത് പറയുന്നത്. അനന്തമാണ് ഇപ്പോൾ ഫ്രണ്ടിലുള്ളത് ഗൈസ്. അതെ, ഒരു കാട്ടിനടിയിൽ ഒരു തല കാണുന്നുണ്ടോ? അനന്തമാണ് ഗൈസ്. എനിക്കൊന്നും അവിടെ ഒരു ബെഞ്ച് വ്യൂ പോയിൻ്റ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അവർക്ക് ഇരുന്നിരിക്കുകയാണ്. യെസ്, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് തോന്നുന്നത്. ഇവിടെ ഒരു ബെഞ്ചുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വേറെ ഒബ്സ്ട്രക്ഷൻസും കാര്യങ്ങളില്ല. അത്യാവശ്യം നല്ലൊരു വ്യൂ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതാണിപ്പോൾ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ആ ബെഞ്ച് എന്നുള്ള വ്യൂ. ഫുൾ ഓൺ ഒരു വൈഡ് പനോരമിക് വ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഈ സൈഡിലുള്ള മലയുടെ ഒരു കഷ്ണവും നേരത്തെ കണ്ട ഒരു മലയുടെ ഫുൾ വ്യൂ, പിന്നെ തൊട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു മലയുടെ വ്യൂ, ഫുൾ പവർ ഒരു പനാരമിക് വ്യൂ വിത്ത് ലേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ബെഞ്ചിൽ ഇരുന്ന് കിട്ടുന്നതാണ്, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻസിൽ രേഖപ്പെടുത്താനാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ നിന്ന് വിട്ടു. അതല്ല, 4 മൈൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുറേ സമയം നടത്താൻ തുടങ്ങാനാക്കിയിട്ട് ഇതുവരെ എത്തിയില്ല. ഓഹോ മാൻ, ദാറ്റ്സ് സോ ക്യൂട്ട്. ലുക്ക് അറ്റ് ദാറ്റ്. ഇവിടെ കുറേ ബ്രോക്കൺ സ്റ്റോൺസ് ഉണ്ട്, സ്ലേറ്റ് ടൈപ്പുള്ള സ്റ്റോൺസ് ഉണ്ടോ. അത് വെച്ചിട്ട് നമ്മൾ നാട്ടിലൊക്കെ കാണാറില്ലേ, ഈ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കട്ടി ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അതെന്തോ സ്പെസിഫിക് പേര് പറയാറുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അതെല്ലാവരും ഇവിടെ ചെയ്യുന്നുണ്ട്. കാര്യമാണ്, ഒരുപാട് ആൾക്കാരാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിള്ളേരൊക്കെ ഇങ്ങനെ കട്ടി വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒറ്റപ്പിൽ നമ്മൾ കേവിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്റ്റീപ്പ് വാക്കായിരുന്നു കേസ്, അതാണ് പ്രശ്നം. ആ ട്രക്കിംഗ് അത്യാവശ്യം നല്ല കുന്നും കയറ്റൊക്കെ കയറാനൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്, ലേക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഫ്ലാറ്റ് സർവീസാണ് കേസ്. ഇവിടെ എല്ലാവരും വന്നിട്ട് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗൈസ് റൈഡൽ കേവ്. അപ്പോൾ നമ്മൾ ടീംസൊക്കെ പയ്യെ നടന്നു കുറേ പേര് ഓൾറെഡി എത്തിയിട്ട് ചില്ല ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇതിട്ട് പോകേണ്ട വഴിയാണ്. നമ്മൾ വന്ന വഴി ഇപ്പോൾ നേരത്തെ കണ്ടില്ല, ടീംസ് നല്ലതാണ്. ഇതാണ് റൈഡൽ കേസ്. ഈ ഒരു കേസ് കാണാനാണ് ഗൈസ് നമ്മൾ ഇത്രയും നേരമായിട്ട് നടന്നു വന്നത്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ ഈ പോയിൻ്റ് അവസ്ഥ എന്താണ് നമ്മൾ നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡാണ് ഗൈസ്.
ഇതാണ് ഇവർ പറഞ്ഞ കേവ് അല്ലേ? എന്നിട്ട് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇതിന് മുന്നേ പോയ മറ്റെന്താ കത്തീഡ്രൽ കേവ് കണക്കിനല്ലേ? ഇതിന് മുന്നേ നമ്മളൊരു കേവ് പോയതിൻ്റെ വീഡിയോ ഭാഗം വിട്ടിരുന്നു. അതിന് ലിങ്ക് നമ്മളോട് കൊടുക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു കേവ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഉള്ളിലേക്കുള്ളൊരു കുറച്ച് ചെറിയൊരു എക്സ്പ്രഷൻ ഉണ്ട് ഈ ഒരു മലയുടെ ഉള്ളിൽ. ജസ്റ്റ് ഉള്ളിലേക്ക് നമ്മൾ ആൾ കേവ് എന്നൊക്കെ പറയുമ്പോൾ ലെങ്ത് നല്ലൊരു ലെങ്ത്തിലേക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവില്ല. അത് മാത്രം പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു പേരും ഒരു കേവ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ആകെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് എന്താ പറയുക, ഇത്രയും ദൂരമൊക്കെ നടന്ന് വന്നിട്ട് നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ്. അതായത് ഇത്രയും ദൂരം നടന്ന് വന്നിട്ടും ചൂടും കാര്യങ്ങളൊക്കെ വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്. അത് നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക്. അതിനുള്ളിലേക്ക് നടന്ന് വരാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ബാക്കിയുള്ള കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിനുള്ള പയ്യെ സ്റ്റെപ്പ് ചെയ്താണ് ആൾക്കാരെല്ലാം പോയും വരികയും ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മൾ കേവിലൊക്കെ പോയി കേവൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിയാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ച് പാർക്കിങ്ങിലേക്ക് നടക്കണം കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് അവസ്ഥ, എന്താണ് തോന്നുന്നത് റൈഡൽ കേവിൻ്റെ? നല്ലൊരു ഹാർഡ് നടത്തമാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളതാണ് അല്ലേ? ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചലഞ്ചിങ് ആണ്. കാണാൻ അനന്തര ഒരു ബീസിനെ എടുത്ത് നടക്കുന്നത് കത്തീഡ്രൽ കേവ് കണക്കാണ്. അപ്പോൾ ഇതിന് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കത്തീഡ്രൽ കേവ് പോയതിൻ്റെ. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് വാച്ച് ഔട്ട് ചെയ്യുക. അത് ചെറിയ നമ്മുടെ നാട്ടിലൊരു വലിയ നീളം കൂടിയ തുരങ്കമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു കേവാണ്. എന്താ പറയുക, അതിന് മാത്രം നീളം കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ബേസിക്കലി ഇവിടെ ഒരു കോറയൊക്കെ ആയിരുന്നു പണ്ടപ്പോഴൊക്കെ. ഒരു കണക്ക് എന്താ പറയുക, കോറ ബോംബ് പൊട്ടിച്ചാൽ കണക്കേറ്റിട്ടുണ്ടായ ഒരു കേവ് കണക്കുണ്ട്, ചെറിയൊരു കേവ് കണക്കുണ്ട്. വീട്ടിൽ എന്നോടേക്കാണ് ഞാൻ എങ്ങനെയാണ് പറയുന്നത് അല്ലേ? യെസ്, ഇവിടുന്ന് മുകളിൽ എത്തിയിട്ട് മുകളിൽ നിന്ന് കാണാനുള്ളൊരു വ്യൂ അടിപൊളിയാണ്. അപ്പം പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. ബാക്കിയുള്ളവരോട് നമുക്ക് ചോദിച്ചോ എന്താ അവസ്ഥ എന്നുള്ളത്. റൈഡൽ കേവിൻ്റെ യെസ്, നമ്മൾ റൈഡൽ കേവിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഇത്രയും നടന്ന് അവിടെ പോയി കണ്ടാൽ എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? പറയൂ. 3/4 miles വാക്കാണ്. യെസ്, ഒരു മാൻ മെയ്ഡ് ആണ്. യെസ്, മാൻ മെയ്ഡ് നാച്ചുറൽ കേവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അകത്തുനിന്നുള്ളൊരു വ്യൂ പൊളിയാണ്. യെസ്, ഇതൊരു നോർമൽ കേവ്. മെനു പറയൂ, എന്താണ് മെനുവിൻ്റെ വ്യൂ? കേട്ടെടുക്കുന്ന മനസ്സിലായി. എല്ലാവർക്കും മടത്തു അല്ലേ? ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് ചാലഞ്ചിങ് ആണല്ലേ? അതിന് മാത്രമൊന്നുമില്ല. പക്ഷെ എന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നിർത്താൻ പറ്റും അല്ലേ? കണ്ടില്ലേ? നല്ലതുണ്ട്. അത്യാവശ്യം നടക്കാനുണ്ട് അല്ലേ? പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ നടന്ന് സ്വന്തമായിട്ട് നടന്നു വരുന്ന പിള്ളേരൊക്കെയാണെങ്കിൽ നല്ല കാര്യം. അത് കുറച്ച് നടന്ന് 2 ടൈമത്തേക്ക് പോരാ എടുക്കണം എന്ന് പറയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. അങ്ങനെയാകുമ്പോൾ ഒരു എന്താ പറയുക, അരമണിക്കൂർ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആ വെയിറ്റ് നടക്കുന്ന സമയത്ത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആൻഡ് ടയർഡായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പൊളിയാണ്. നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കേവ് ഒക്കെ കണ്ട് തിരിച്ചു പോകണം. ഇനി നമ്മൾ നേരത്തെ ഫുൾ വാക്ക് നമുക്ക് തിരിച്ചു കിടക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചു കിടന്നിട്ട് പാർക്കിങ്ങിലെത്തിയതിന് ശേഷം കാണാം. ഓക്കെ, യെസ്, നമ്മൾ താഴെ കാണാം. ഈ കാണുന്ന മൊത്തം വഴി നമ്മൾ തിരിച്ച് താഴെ കിടക്കണം. കുറേ ആൾക്കാർ വരുന്നുണ്ട്. സമ്മർക്കെ ഇതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ കാണിച്ച സെയിം സ്പോട്ട് തന്നെയാണ് തിരിച്ച് നമ്മൾ നടക്കണം. ഈ നടത്തൊക്കെ നടന്ന് പാർക്കിങ്ങിൽ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളാണ് ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ടീംസൊക്കെ അവിടെ ഓരോ സീൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും വലിയ അവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് നേരത്തെ മാപ്പ് കാണിച്ചു തന്നെയാണ്. വൺ സൈഡ് ഒരു 20 to 30 minutes വാക്ക് ഉണ്ടാവും. നമ്മൾ ആക്ച്വലി ലക്ഷ്യം വെച്ച് വന്നത് ഈ റൈഡൽ ഹാൾ എന്ന സംഭവമാണ്. പക്ഷേ അത് കിട്ടിയില്ല. പക്ഷേ നമ്മളിപ്പോൾ പോയത് ഈ റൈഡൽ കേവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ വാക്ക് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. നമ്മളതിങ്ങനെ ചുറ്റെടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു ഡേ ടൈമിൽ ഇപ്പോൾ മോർണിംഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ കറങ്ങാനുള്ള ഒരു നടത്തത്തിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. വാക്കിംഗ് ട്രെയിൽസ് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കി ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, വൈറ്റ് മൗത്ത് വാക്കാണ് ഇതിൻ്റെ ട്രെയിലിൻ്റെ പേര്. പിന്നെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ പേര് പാർക്കിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വരാനായിട്ട് പ്രത്യേകിച്ച് വേറെ പറയാനെന്ന് തോന്നുന്നു. യെസ്, നമ്മളിനി ഇവിടെ തിരിക്കാനായിട്ടാണ് ഗൈസ്. ഇപ്പോൾ സമയം ഇപ്പോൾ 3 മണിയായിരിക്കണം. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ അടുത്ത സ്പോട്ട് നമ്മൾ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി സൂൺ അടുത്ത സ്പോട്ട് വെച്ചിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നേരത്തെ കറക്കല കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൈഡ് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയും? മോർക്കാംബേ ബീച്ച്. നമ്മുടെ റോഡ് സൈഡിലൊരു ബീച്ചാട്ടോ. നോർത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ പ്രസ്റ്റൻ കഴിഞ്ഞ് ബ്ലാക്ക്പൂൾ കഴിഞ്ഞാൽ അത് ബ്ലാക്ക്പൂൾ കഴിഞ്ഞിട്ട് പ്രസ്റ്റനിലൊരു ബീച്ചാണ്. ഈ കാണുന്നതാണ് മോർക്കാംബേ ബീച്ച് അല്ലേ? നമ്മൾ ഓൺ ദ വേ തിരിച്ച് ഡയറക്റ്റ്
നമ്മൾ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി ചൂട് പഠിക്കാൻ വെച്ചിട്ടാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത്. നാട്ടിലെ കാണുന്നത് ഇതൊക്കെ എന്ത് ബീച്ചിൽ ചെയ്യുന്നു സത്യം വീട്ടിൽ നാട്ടിലൊക്കെ ബീച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടിലെ ബീച്ചൊക്കെ കാണാൻ രസം ചൈന ഭയങ്കര ചൈനീസ് അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. ഇവിടെ നമുക്ക് എപ്പോഴാണ് നോക്കിയാൽ എല്ലാ ഷോപ്പിലും ഫിഷ് ആൻഡ് ചിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഫേമസ് ഡിഷാണ്. നോർത്ത് സൈഡിലേക്ക് ബീച്ച് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഷ് ആൻഡ് ചിപ്സാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ ഗായ്സ് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് ബീച്ചിലെത്തി. ഇനിയിപ്പോൾ സമയം കുറച്ച് സമയം ഇവിടെ ബീച്ചിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നേരെ നമ്മളെ റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലേക്ക് തിരിച്ച് ബ്ലാക്ക് ബേണിലേക്ക്. അതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് അത്രേ ഉള്ളൂ ബ്ലാക്ക് ബേണിലേക്ക്. അതുകൊണ്ട് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇവിടെ നമ്മളൊന്ന് ചുറ്റിക്കണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.